Hi everybody, Assalamu alaikum. This is Shahina. Welcome back to my new class. In the last class, what we learned? We learned the basics of DBMS, its advantages, disadvantages, components, etc. Today we discuss data models, database schemas and instances, three schema architecture, data independence, system architecture, etc. We move on. Data models. Data models. Data model എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a collection of high level data description construct that can be used to describe the structure of a database. ഒരു ലോജിക്കൽ ഡാറ്റാബേസ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡാറ്റ മോഡൽ എന്ന് പറയുന്നത്. ആ സ്ട്രക്ചറിൻ്റെ അകത്ത് എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്സ് വരാം, റിലേഷൻഷിപ്സ് വരാം, കൺസ്ട്രെയിൻസ് വരാം. അപ്പോൾ ഒരു ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് ഡാറ്റാബേസ് ഡിസൈനിങ്ങിനെ പറയുന്ന പേരാണ് ഡാറ്റ മോഡൽ. ഡാറ്റ മോഡൽ പ്രൊവൈഡ് ഡാറ്റ അബ്സ്ട്രാക്ഷൻ അക്കോർഡിംഗ് ടു ദി ടൈപ്പ് ഓഫ് കൺസെപ്റ്റ് ദേ യൂസ് ടു ഡിസ്ക്രൈബ് ദി ഡാറ്റ സ്ട്രക്ചർ. ഏത് ലെവൽ ഓഫ് ഡാറ്റേനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഡാറ്റ അബ്സ്ട്രാക്ഷൻ ഉണ്ടായിരിക്കുമല്ലോ, അതിനനുസരിച്ചുള്ള ഡാറ്റ മോഡലുകൾ അവൈലബിൾ ആണ്. സപ്പോസ് വി നീഡ് ടു ഡിസ്ക്രൈബ് ദി ഫിസിക്കൽ ലെവൽ ഓഫ് ഡാറ്റ, ദെൻ ഫിസിക്കൽ ഡാറ്റ മോഡൽ ഈസ് അവൈലബിൾ. അപ്പോൾ ഏത് ലെവൽ ഓഫ് ഡാറ്റ അബ്സ്ട്രാക്ഷനെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ആ ലെവൽ ഓഫ് ഡാറ്റ സ്ട്രക്ചർ അവൈലബിൾ ആണ്. അതിനെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ മോഡൽസ് എന്ന് പറയും. ഈ ഡാറ്റ മോഡൽസിനെ നമുക്ക് ഹൈ ലെവൽ ഓർ കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ എന്ന് പറയാം. അത് നമ്മൾ യൂസർ ലെവൽ ഓഫ് ഡാറ്റ, ഒരു യൂസറിന് കാണാവുന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻസിനെയാണ് നമ്മൾ ഹൈ ലെവൽ ഓർ കൺസെപ്ച്വൽ മോഡൽ എന്ന് പറയുന്നത്. ദെൻ ഏറ്റവും ലോവസ്റ്റ് ലെവലായിട്ടുള്ള ഫിസിക്കൽ ഡാറ്റ മോഡൽ അവൈലബിൾ ആണ്. ഹൗ ടു സ്റ്റോർ ദി ഡാറ്റ എന്നുള്ള ഡാറ്റാബേസ് സ്ട്രക്ചറിനെ പറയുന്നതാണ് ഫിസിക്കൽ ഡാറ്റ മോഡൽ. ഇൻ ബിറ്റ്വീൻ ദീസ് ടു എ റെപ്രസെൻറ്റേഷൻ മോഡൽ ഓർ ഇംപ്ലിമെൻറ്റേഷൻ ഡാറ്റ മോഡൽ ഈസ് അവൈലബിൾ. ഇതിനെ നമ്മൾ കൺസെപ്ച്വൽ ഡാറ്റ മോഡൽ എന്ന് പറയണം. ഈ കൺസെപ്ച്വൽ ഡാറ്റ മോഡൽസിലാണ് നമ്മൾ ഡാറ്റാബേസ് കൺസെപ്റ്റ്സ് ലൈക്ക് എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ്, റിലേഷൻഷിപ്പ് ഇതെല്ലാം പറയണത്. ഇത് കൂടാതെ ഡാറ്റ മോഡൽസിന് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാം. ഫ്ലാറ്റ് ഫയൽ സിസ്റ്റം, റിലേഷണൽ ഡാറ്റ മോഡൽ, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ഡാറ്റ മോഡൽ, ഒബ്ജക്റ്റ് ബേസ്ഡ് ഡാറ്റ മോഡൽ, അങ്ങനെ പറഞ്ഞ് ഒരുപാട് ഡാറ്റ മോഡൽസ് പ്രീവിയസ്ലി അവൈലബിൾ ആണ്. ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡൽ. നൗ എ ഡേയ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റ് റിലേഷണൽ ഡാറ്റാബേസ് ആണ്. ദെൻ നമ്മളുടെ സിലബസിൽ മോർ ഫോക്കസ് ഓൺ റിലേഷണൽ ഡാറ്റാബേസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതെന്താണെന്ന് നമ്മൾ വഴിയെ പറയും. നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ള 2-3 ടേംസുകളുണ്ട്. ഡാറ്റാബേസ് സ്കീമ. ഒരു സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡാറ്റാബേസ് സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി ഓവറോൾ ഡിസൈൻ ഓഫ് എ ഡാറ്റാബേസ് ഈസ് കോൾഡ് എ സ്കീമ. ഒരു ഡാറ്റാബേസിൻ്റെ ഓവറോൾ ഡിസൈനിനെ പറയുന്ന പേരാണ് നമ്മൾ ഡാറ്റാബേസ് സ്കീമ എന്നുള്ളത്. ഒരു ഡാറ്റാബേസിനെ നമ്മൾ സ്കീമ സ്പെസിഫൈ ചെയ്യുന്നത് ഡാറ്റാബേസ് ഡിസൈൻ ടൈമിലാണ്. നോർമലി ഒരു സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ നോട്ട് എക്സ്പെക്ട് ടു ചേഞ്ച് ഫ്രീക്വൻ്റ്ലി. നമ്മൾ ഒരിക്കൽ ക്രിയേറ്റ് ചെയ്താൽ പിന്നീട് ഫ്രീക്വൻ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യാത്തതാണ് നമ്മൾ സ്കീമ ഡിഫൈൻ ചെയ്യാറ്. സ്കീമാനെ സംടൈംസ് നമ്മൾ ഇൻറ്റൻഷൻ എന്നും പറയും. ദെൻ ഡാറ്റാബേസ് ഇൻസ്റ്റൻസ്. The collection of information stored in database at a particular moment is called an instance of a database or a database state or a snapshot. ഇങ്ങനെയൊക്കെ പറയും. ഇപ്പോൾ ഇതിന് രണ്ടിനും കൂടി ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളുടെ പ്രോഗ്രാമിംഗ് ഇൻ സി എടുക്കുകയാണ്. സപ്പോസ് നമ്മൾ ഒരു വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്യണം. എങ്ങനെയാണ് ഒരു സിയിൽ ഒരു വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുക? കാർ ഈസ് എ ഡാറ്റ ടൈപ്പ്, എ ഈസ് എ വേരിയബിൾ. ഇതിനെയാണ് നമ്മൾ സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഈ എയിൽ നമുക്ക് ഓരോ പെർട്ടിക്കുലർ മൊമെൻറ്റിനനുസരിച്ച് നമുക്ക് എയിൽ എന്തെല്ലാം വാല്യൂസ് വരാം? എനി വാല്യൂസ് വരാം. എ ഈസ് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ ബി, എ ഈസ് ഈക്വൽ ടു സിംഗിൾ കോട്ട്സിൽ 1, അങ്ങനെ എനി വാല്യൂ നമുക്ക് പറയാം. ഇതിനെയാണ് നമ്മൾ പറയണത്? ഇൻസ്റ്റൻസ് എന്ന് പറയണം.
അപ്പോൾ എല്ലാവർക്കും സ്കീമ എന്താണ്, ഇൻസ്റ്റൻസ് എന്താണെന്നുള്ള ഐഡിയ ആയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ ഇൻസ്റ്റൻസിനെ സംടൈംസ് കോൾഡ് എക്സ്റ്റൻഷൻ ഓഫ് എ ഡാറ്റാബേസ് എന്നും പറയും. എക്സ്റ്റൻഷൻ ഓഫ് എ ഡാറ്റാബേസ്. നമുക്ക് സെവറൽ സ്കീമാസ് അവൈലബിൾ ആണ് അക്കോർഡിംഗ് ടു ദി ലെവൽ ഓഫ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. ഓരോ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻസിനനുസരിച്ചും ഓരോ സ്കീമാസ് അവൈലബിൾ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻസ് അവൈലബിൾ ആണ്. ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ. ഈ അബ്സ്ട്രാക്ഷൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ DBMS ആർക്കിടെക്ചറിനെ ഡിവൈഡ് ചെയ്തിട്ട് പേരിട്ടിട്ടുണ്ട് 3 സ്കീമ ആർക്കിടെക്ചർ. 3 സ്കീമ ആർക്കിടെക്ചറിൽ നമ്മൾ ഈ 3 ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പറയും. നെക്സ്റ്റ് വി ലുക്ക് ഓൺ ആർക്കിടെക്ചർ ഓഫ് എ DBMS. 3 schema architecture. It is also called ANSI-SPARC architecture or 3-level architecture. This is a framework used to describe the structure of a DB system. Small system may not support all aspects of the architecture. In this architecture, the database schema can be defined at 3 levels. These are explained in the following slide. Internal or physical level. It is closest to the physical storage. In this level, how the data are stored. This level describes an internal schema which describes the physical structure of the database. Internal schema uses physical data model. This level talks about database implementations and describe such things as file organization, access path of index, data compression and encryption techniques, etc. Note that the internal schema does not deal with the physical devices directly. Instead, it views a physical device as a collection of physical pages and allocates spaces in terms of logical pages. Conceptual or high level is the next highermost level of 3 schema architecture. It has a conceptual schema which describes the whole database for the user. It describes the entities, data types, relationship, user operation and constructs. High level or conceptual schema or data model used in this level. Next level is topmost level or highest level of database architecture is external level. The external level or user logical level or view level is closest to the user, the way the data is seen by the individual user. It has some external schema which describe the part of the database that a particular user group is interested. Other data may hide. High level or implementational data models are used in this level. Record based schemas are used in this. Consider an example in external level. Suppose in accounts department may only be interested in student fee details. It would not be expected to have any interest in personal information about the students. So we split the view into 2. Personal information view and student fee details view. These explain the external level. ഒരു എക്സ്റ്റേണൽ ലെവൽ ഓർ വ്യൂ ലെവൽ എന്ന് പറഞ്ഞാൽ ഡിപ്പെൻസ് അപ്പോൺ ദി യൂസർ. അവരവർക്ക് ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ഡേറ്റയാണോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു വ്യൂ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമതൊരു എക്സാമ്പിൾ മൊത്തം ആർക്കിടെക്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഡാറ്റാബേസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ഒരു യൂണിവേഴ്സിറ്റി ഡാറ്റാബേസിൽ സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, കോഴ്സസ് ഉണ്ടായിരിക്കും, ഇന്ന സ്റ്റുഡൻറ്റ് ഇന്ന കോഴ്സ് എൻറോൾ ചെയ്തെന്നുള്ള ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഇങ്ങനെ നമ്മൾ ഇത്രയും ഡാറ്റാസിനെ സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മുടെ കൺസെപ്ച്വൽ സ്കീമയിൽ. ഇത്രയും ഡാറ്റാസ് നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യണം, എന്തൊക്കെ ഓർഡർ യൂസ് ചെയ്യണം, ചിലപ്പോൾ നമുക്ക്
എന്തെങ്കിലും കീസ് വേണ്ടി വരും. ഇതെല്ലാം പറയണതാണ് നമ്മുടെ ഫിസിക്കൽ സ്കീമ. ഹൗ ദി ഡാറ്റാസ് ആർ സ്റ്റോർഡ്, വാട്ട് ദി ഡാറ്റ എന്നുള്ളതാണ് കൺസെപ്ച്വൽ സ്കീമ. എക്സ്റ്റേണൽ സ്കീമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ കോഴ്സ് ഇൻഫോ, സ്റ്റുഡൻറ്റ് ഇൻഫോ എന്ന് പറഞ്ഞ 2 വ്യൂ എടുത്തുക്കണം. കോഴ്സ് ഇൻഫോയിൽ ഞാൻ വ്യൂ ചെയ്യ കോഴ്സ് ഡീറ്റെയിൽസ് മാത്രമാണ്. സ്റ്റുഡൻറ്റ് ഇൻഫോയിൽ ഞാൻ വ്യൂ ചെയ്യ സ്റ്റുഡൻറ്റ് ഇൻഫർമേഷൻ മാത്രമാണ്. ഇതാണ് നമ്മളുടെ 3 ലെവൽ ആർക്കിടെക്ചർ. എഗെയിൻ വൺ മോർ എക്സാമ്പിൾ. ഇപ്പോൾ സിൻഡാക്റ്റിക്കലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓൾ ഓഫ് ഫെമിലിയർ വിത്ത് ദി സ്ട്രക്ചർ കൺസെപ്റ്റ് ഓഫ് സി പ്രോഗ്രാമിംഗ്. അപ്പോൾ നമ്മൾ സി പ്രോഗ്രാമിങ്ങിൽ ഒരു ഇൻറ്റേർണൽ ലെവലിൽ കണ്ടോ, ഒരു സ്ട്രക്ചർ എങ്ങനെയാണോ നമ്മൾ ഡിഫൈൻ ചെയ്തു വെച്ചിട്ടുള്ളത് അതിൻ്റെ എല്ലാ ഫീൽഡുകളും, ഇപ്പോൾ സ്ട്രക്ട് എംപ്ലോയി, ഇൻഡ് എംപ്ലോയി നമ്പർ, ബ്രാഞ്ച് ബി നമ്പർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സാലറി എക്സെട്ര, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഇൻറ്റേർണൽ ലെവൽ. ദെൻ കൺസെപ്ച്വൽ ലെവലിൽ നമ്മൾ അതിൻ്റെ അകത്ത് വരുന്ന വാരിയബിൾസ്, എംപ്ലോയി നമ്പർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, സാലറി, ബ്രാഞ്ച് നമ്പർ, ഇങ്ങനെയുള്ള വാരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയണത്, കൺസെപ്ച്വൽ ലെവൽ എന്ന് പറയണത്. ദെൻ എക്സ്റ്റേണൽ ലെവൽ ഓർ വ്യൂ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്രയും വാരിയബിൾസിൽ നിന്ന് സം വാരിയബിൾസിനെ നമ്മൾ പിക്ക് ചെയ്യണം. അപ്പോൾ അതൊരു വ്യൂ ആണ്. ദെൻ അനദർ ടൈപ്പ് ഓഫ് വാരിയബിൾസിനെ നമ്മൾ എഗെയിൻ പിക്ക് ചെയ്യണം. അതിന് അടുത്ത വ്യൂ എന്ന് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പേറോൾ ഡിപ്പാർട്ട്മെൻറ്റിന് എന്തുമാത്രം മതി, എംപ്ലോയി നമ്പറും ലാസ്റ്റ് നെയിമും സാലറിയും മാത്രം മതിയെങ്കിൽ ആ ഡീറ്റെയിൽസ് മാത്രം കൊടുക്കുന്ന വ്യൂ ആണ് ഒരു വ്യൂ. എന്നാൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിന്, അതായത് HR ഡിപ്പാർട്ട്മെൻറ്റിന് ആ എംപ്ലോയിയുടെ എല്ലാ ഡീറ്റെയിൽസും വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, എംപ്ലോയി നമ്പർ, ഏജ്, സെക്സ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഇങ്ങനെയുള്ളൊരു വ്യൂ കൊടുക്കും. ഇതാണ് നമ്മുടെ 3 ലെവൽ ഓഫ് ആർക്കിടെക്ചർ. ഐ ഹോപ്പ് ഓൾ ആർ ഗെറ്റ് ദി കൺസെപ്റ്റ്. 3 ലെവൽ ആർക്കിടെക്ചറിൽ മെയിനായിട്ട് 3 ലെവലുകളാണുള്ളത്: ഇൻറ്റേർണൽ, കൺസെപ്ച്വൽ ആൻഡ് എക്സ്റ്റേണൽ ലെവൽസ്. നെക്സ്റ്റ് ഐ ഡിസ്കസ് ആൻ ഇമ്പോർട്ടൻറ്റ് ടേം, ഡാറ്റ ഇൻഡിപെൻഡൻസ്. Data independence comes from the schema changes. When we change one level of schema, that reflect the another schema. This may lead so many problems. Here DBMS provide data independence, which means we can change one schema level without affecting the next higher level schema. The term defined as the capacity to change schema at one level of database system without having to change the schema at the next higher level. There are 2 types of data independence: logical data independence and physical data independence. What is logical data independence? Its word implies that it's a logical level schema changes without affecting to the next higher level or external level schema changing. That is, the capacity to change the conceptual schema without having to change the external or application program. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു റെക്കോർഡ് ഞാൻ ആഡ് ചെയ്യാണ് പുതുതായിട്ട്. അപ്പോൾ കൺസെപ്ച്വൽ ലെവലിലാണ് നമ്മൾ ഓൾറെഡി പഠിച്ചത് പ്രകാരം റെക്കോർഡുകൾ ആഡ് ചെയ്യണത്. ഒരു റെക്കോർഡിനെ നമ്മൾ ആഡ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ, അതായത് ഒരു ഡാറ്റ ഐറ്റത്തിനെ ഞാൻ ആഡ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹയർ ലെവലിന് അതിലൊരു ചേഞ്ചസും വരുത്താതെ തന്നെ എനിക്ക് ഒരു പുതുതായിട്ടൊരു കോളത്തിനെയോ ആഡ് ചെയ്യാം. ഇതാണ് ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. സിമിലർലി ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്തായിരിക്കും? It is the capacity to change the internal schema without having to change the conceptual schema. ഇതിനെ പറയുന്ന പേരാണ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് DBMSൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് തന്നെ പറയാം. 2 തരത്തിലുണ്ട്: ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ആൻഡ് ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ്. നെക്സ്റ്റ് വി ലുക്ക് അറ്റ് ദി
overall system structure of a database system. The overall structure is depicted here. It have many components: data files, compiled DML, data dictionary, DML compiler, query processor, DDL compiler, etc. The overall system structure consists of two parts: storage manager and query processor. We move on the detailed duties of these two components. Storage, first of all, we look on storage manager. Storage manager, it is a program module that provides the interface between low-level data stored in database and the application programs and queries submitted to the system. It is an interface between low-level data stored in DBMS and the application program. It also interacts with the file manager, that is, it convert or translate various DML statements into low-level file system commands. For this purpose, we have a file manager, that is storing, retrieving, updating data in a database. It's also include so many other components: authorization and integrity manager, transaction manager, buffer manager. For dealing with the authorization techniques, transaction technique and storage techniques respectively. It implements several data structures as part of physical system implementation. Data files for stores the database itself, data dictionary or metadata or information about the data and the indices. Next, move on the important part of our DBMS system. It's a query processor. Query processor has major role in our DBMS system. It has three components: DDL interpreter, DML compiler and query evaluation engine. What is the duty of a DDL interpreter? Which interprets DDL statements and record the definitions in the data dictionary. DML compiler translates DML statements in a query language into low-level instructions that a query evaluation engine understands. What is the duty of DML compiler? Which acts as a translator between queries and low-level instruction. Then query optimizer or query evaluation engine, which execute the low-level instructions generated by DML compiler. So, query processor has major roles in our DBMS system. We write a DML statement and DDL statement for creating our database. DDL interpreter interpret the DDL statements and record the definitions in a data dictionary. DML queries, DML compiler translate the DML statement into low-level instructions. Let's conclude today's topic. What we discussed today? We discussed data models, database instances and schema, three schema architecture, data independence and overall system structure of our DBMS. I hope all are get the concept. Thank you. Thank you, students. We meet again.